ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. അന്തരിച്ച നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേതാണ് ഈ നിരീക്ഷണം. ഒരു കുട്ടി ജനിച്ച് 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് നടക്കാനും ഓടാനും തുടങ്ങുന്നത് വരെയുള്ള കാലഘട്ടം നോക്കൂ. എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുമ്പോൾ എത്ര പ്രാവശ്യം നിലത്ത് വീഴുമായിരുന്നു. എന്നിട്ടും ആ കുട്ടി നടക്കാൻ പഠിച്ചത് പല പ്രാവശ്യം ശ്രമിച്ചിട്ടാണ്. ഇതുപോലെയാണ് മനുഷ്യജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും. തുടക്കം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കരുതി ആരെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് പോകാറുണ്ടോ? ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, നേടിയെടുക്കാൻ അസാമാന്യ മനക്കരുത്തുണ്ടാകണം. അപ്പോൾ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില കുട്ടികൾക്ക് പരീക്ഷ വളരെ പേടിയാണ്. ആദ്യവട്ടം പരാജയപ്പെട്ടാലും വീണ്ടും പരീക്ഷ എഴുതി വിജയിക്കുന്ന മിടുക്കന്മാരുണ്ടല്ലോ. ഒരു നദിയുടെ ഉറവിടം തേടിപ്പോയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ ആഴവും പരപ്പുമുള്ള നദിയാണോ ഒരു ചെറിയ ഉറവയിൽ നിന്ന് തുടങ്ങുന്നത് എന്ന് നാം അറിയാതെ പറഞ്ഞു പോകും. ആ നദിയുടെ തുടക്കത്തിൽ അത് ഒത്തിരി തടസ്സങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും എന്ന് കരുതി ആ അരുവി ഒഴുകി നദിയായി തീരാതിരിക്കുന്നില്ല. നമ്മുടെ ജീവിത ലക്ഷ്യത്തിലുള്ള പാതയിലെ ദുർഘടങ്ങൾ കണ്ട് പിന്മാറുന്നത്. ആദ്യവട്ടം പരാജയപ്പെട്ടോട്ടെ, അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം, എന്നിട്ട് വീണ്ടും ശ്രമിക്കുക. അബ്ദുൽ കലാം സൂചിപ്പിച്ചതുപോലെ വിജയകരമായ ഓരോ കണക്കും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ് എന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ശുഭദിനം.